ഇഫ് സപ്പോസ് നിങ്ങളൊരു 90s കിഡാണ് അല്ലെങ്കിൽ 2K കിഡ് എന്നെ പോലെ 2K കിഡിൻ്റെ ഒരു ആരംഭമൊക്കെ ആണെങ്കിൽ, അതായത് 2000 മുതൽ 2004 വരെ ജനിച്ചൊരു കുട്ടികളാണെങ്കിൽ, അതായത് 90സിലോ 2000 മുതൽ 2004 വരെ ജനിച്ച പിള്ളേരാണ് നിങ്ങളെങ്കിൽ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അക്കൗണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അതിനകത്ത് ഫോട്ടോസ്, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ് നമ്മളുടെ ഫേസ്ബുക്ക്. ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ നല്ല രീതിക്ക് പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 90s കിഡിനും ഈ 2000 മുതൽ 2004 വരെ ജനിച്ച, ഞാൻ 2002 അപ്പോൾ ജനിച്ച പിള്ളേർക്കൊക്കെ ക്രിഞ്ചടിക്കാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ്ബുക്കാണ്. ഇപ്പോൾ ഈ ക്രിഞ്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഫേസ്ബുക്കിൽ ഉണ്ടാവും. അതായത് നിങ്ങൾ അന്നത്തെ കാലത്ത് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിഞ്ച് അടിക്കാനുള്ള വക എന്തായാലും ഷുവറായിട്ട് അതിനകത്തുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം വന്നത് 2018, ഐ എം നോട്ട് റോങ്, 2018 ഞാൻ 10ാം ക്ലാസ് പാസ് ഔട്ട് ആയത്. 2020 +2 പാസ് ഔട്ടായി, 19 +1 18, അതെ 18. 2018 2018 ഞാൻ 10th പാസ് ഔട്ട് ആയത്. അപ്പോൾ ഇപ്പോൾ കുറേ വർഷമായല്ലേ, ഇപ്പോൾ കഴിഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ 2018 ഞാൻ 10th പാസ് ഔട്ട് ആയത്. അപ്പോൾ 10th പാസ് ഔട്ട് ആവണ വരെയും എൻ്റെ കയ്യിൽ, എൻ്റെ ഓർമ്മയിൽ ഞാൻ എടുത്തതോ ആരെങ്കിലും എടുത്തതായിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എന്ന് പറയാനായിട്ട് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോട്ടോ ആണ്. ആ സെൽഫി എടുത്തിരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിൽ വെച്ചെടുത്തതല്ലേ. ഇപ്പോൾ +1 +2 ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഒരു ഇയർ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഏകദേശം 7 വർഷം മുമ്പുള്ള ഞാനും എൻ്റെ ഫാമിലിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. സോ അത്യാവശ്യം ക്രിഞ്ച് അടിക്കാനുള്ള അതിനകത്തുണ്ട്, ആ ഫോട്ടോയിൽ തന്നെ ഉണ്ട്. പിന്നെ അന്ന് ഞാനിപ്പോൾ എഴുതിയിരുന്ന പോലെ എഴുതിയൊന്നും ഇട്ടിട്ടില്ലാത്ത കാരണം കൊണ്ട് തന്നെ അതിനകത്ത് ക്രിഞ്ചടിക്കാനുള്ള വകയില്ല. അതായത് ഡിസ്ക്രിപ്ഷനിൽ ക്രിഞ്ചടിക്കാനുള്ള വകയൊന്നുമില്ല. നേരെ മറിച്ചിട്ട് ആ ഫോട്ടോയിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ക്രിഞ്ചടിക്കാനുള്ളതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോട്ടോ കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഫോട്ടോ, ഇത് ഞാനും എൻ്റെ അനിയനും കൂടെ എടുത്ത സെൽഫിയാണ്. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോൾ അനിയൻ ഇതൊന്നും ഇടണ്ടാന്ന് പറയും. അത്രക്ക് മീൻസ് അവനക്കും നല്ല രീതിക്ക് ക്രിഞ്ചടിക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഒക്കെ ഇങ്ങിട്ടപ്പോഴും കുറേ കാര്യങ്ങൾ ക്രിഞ്ചടിക്കുന്നുണ്ട്. അപ്പോൾ ക്രിഞ്ചടിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ പണ്ട് ചെയ്ത പല കാര്യങ്ങളും തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം ചെയ്യണ പല കാര്യങ്ങളും നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നും. ഇപ്പം ഞാൻ +2 കഴിയുന്ന സമയത്താണ്, ഏകദേശം 3-4 വർഷമായി നമ്മൾ ഈ ചാനൽ പോണത്. +2 കഴിയുന്ന സമയത്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ക്രിഞ്ച് അടിക്കാനുണ്ടാവും. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഈ ക്രിഞ്ച് അടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, പെർഫെക്റ്റ് അല്ല, കുറച്ചും കൂടി നന്നായിട്ടുണ്ടെങ്കിൽ, അതായത് നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ടുണ്ടെങ്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്രിഞ്ച് അടിക്കണത്. ഒന്നിന് നേരത്തെ നന്നായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയ്യോ അന്നൊക്കെ എന്തൊക്കെയാണ് കാണിച്ചിട്ട് ബുദ്ധിയില്ലാത്ത കാലത്ത് എന്നൊക്കെ വിചാരിച്ചിട്ട് ക്രിഞ്ചടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഭേദമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th കാര്യം തന്നെ പറയാം. 10th എൻ്റെ ഒപ്പം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ പേര് രാഹുൽ എന്നായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ അന്ന് മറ്റേ നമ്മളുടെ അൺബോക്സിംഗ് ഡൂഡ് എന്ന് പറഞ്ഞ ചാനലില്ലേ, ആ ചാനൽ ഭയങ്കരമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ഇത് തന്നെയാണ് അവസ്ഥ. എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അനിയൻ കാണുമ്പോൾ പറഞ്ഞ വീട്ടിലുണ്ട് ഒരു അനിയൻ, അവനും ഇപ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണും. ഈ പിള്ളേർക്കൊന്നും ബുദ്ധിയില്ലേ. അപ്പോഴും അനിയൻ ഇവൻ എന്തുകൊണ്ട് ഈ പറയണമെന്നുള്ള മൈൻഡായിരിക്കും എൻ്റെ അനിയനുള്ള. എന്നിട്ട് അവൻ വേറെ സംഭവം ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിയില്ലാത്ത കാലത്ത് ഞാനിങ്ങനെ തന്നെ എഴുതില്ല, ഞാൻ ഇയാളെ വീട് തന്നെ കാണായിരുന്നുള്ളൂ. പിന്നെ ബുദ്ധിയും ബോധം വെച്ചപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി എന്ന് പറഞ്ഞു. മീൻസ് ആ ഒരു സംഭവം കത്തിയ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അനിയൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാനും ബുദ്ധിമുട്ടായിട്ട് കുറെ കണ്ടിരുന്നതാണ്. മീൻസ് അന്ന് എന്ന് പറഞ്ഞാൽ അനിയൻ 5 പഠിക്കണതാണ്, ഞങ്ങൾ 10ലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അവൻ +1ലും ഞാൻ ഡിഗ്രി കഴിഞ്ഞ ടൈമാണ്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു ഇത് മനസ്സിലായില്ലേ. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോ കാണുന്നത് പോലും ക്രിഞ്ചായിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ മീൻസ് ആ ഒരു വീഡിയോ കണ്ടിരുന്ന കാലം വരെ നമുക്ക് ക്രിഞ്ചായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ
അതല്ല, നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന സംഭവമാണ്. ഞാൻ ആ ചാനലിനെ മോശപ്പെടുത്തി പറയണതല്ല. മെയിൻലി പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് ആ ടൈപ്പ് ഓഫ് പിള്ളേരെ ആണ് ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. സോ അങ്ങനെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ സക്സസ് ആണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ പിള്ളേരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പിള്ളേർ വൃത്തിയായിട്ട് കാണുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നേരെ മറിച്ചിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ട് ക്രിഞ്ച് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ ഫോട്ടോസോ പഴയ എഴുത്തുകളോ കണ്ട് ക്രിഞ്ച് അടിക്കുമ്പോൾ മനസ്സിലാക്കുക അന്നുണ്ടായിരുന്ന ഞാനല്ല ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മെച്യൂർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് ക്രിഞ്ചുകൾ നമ്മളുടെയും നിങ്ങളുടെയും എൻ്റെയും ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അദ്നാൻ. ബൈ.